ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 1-ാം വാരം നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൽ വിശ്വസിച്ച്, യേശുവിൽ ആശ്രയിച്ച് സൗഖ്യം സ്വന്തമാക്കി യേശുവിൻ്റെ പ്രഘോഷകരായി മാറുന്ന 2 അന്ധരായ മനുഷ്യരെ കാണാം ഈ സുവിശേഷത്തിൽ. ഈ അന്ധരായ മനുഷ്യരുടെ വിശ്വാസ തലങ്ങൾ ഒന്ന് പരിശോധിക്കുകയാണ് നമ്മളിപ്പോൾ. 2 അന്ധന്മാർ ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിക്കാൻ തുനിഞ്ഞ ഈ മനുഷ്യർ അന്ധരാണ്. അവർ യേശുവിനെ കണ്ടിട്ടില്ല. യേശു എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്ക് അറിയില്ല. തങ്ങളെ യേശു സുഖപ്പെടുത്തുമെന്ന യാതൊരു ഉറപ്പും അവർക്കില്ല. എന്നിട്ടും ആ ഇരുട്ടിൽ അവർ യേശുവിനെ അനുഗമിച്ചു. അവരുടെ കണ്ണുകൾ കാണുന്നതിന് മുൻപേ അവരുടെ കാലുകൾ യേശുവിന് പിന്നാലെ ചലിച്ചു തുടങ്ങി. അതാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപേ, ചെയ്യേണ്ട കാര്യം തിരിച്ചറിയുന്നതിന് മുൻപേ, രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നതിന് മുൻപേ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് മുൻപേ, ചുറ്റും ഇരുട്ടാണെങ്കിലും യേശുവിനെ അനുഗമിക്കാൻ നമുക്കാകണം. ഈ ആഗമനകാലത്തിൻ്റെ സന്ദേശവും ഇതുതന്നെയാണ്. വെളിച്ചം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുൻപേ പ്രത്യാശയിൽ നടക്കുക. സൗഖ്യം ആഗ്രഹിച്ച ഈ അന്ധന്മാരോടുള്ള യേശുവിൻ്റെ ചോദ്യം ഇതായിരുന്നു: എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതായത്, നിങ്ങൾ എന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന അവരുടെ മറുപടി പൂർണ്ണ സമർപ്പണത്തിൻ്റെ തെളിവാണ്. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവർക്ക് സൗഖ്യം നൽകുമ്പോൾ അവരുടെ വിശ്വാസം തന്നെയാണ് ഈ സൗഖ്യം നേടാൻ കാരണമായത് എന്നുകൂടി മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ആരോടും പറയരുതെന്ന കർശന നിർദ്ദേശം ലഭിച്ചിട്ടും തങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹം പങ്കുവെക്കാതിരിക്കാൻ അവർക്കാകുന്നില്ല. അങ്ങനെ അവർ യേശുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി, പ്രഘോഷകരായി, മിഷനറിമാരായി മാറുന്നു. ഈ വചനഭാഗം നൽകുന്ന വിശ്വാസത്തിൻ്റെ 3 തലങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. മുൻപിലെ പാത വ്യക്തമല്ലാത്തപ്പോഴും യേശുവിനെ അനുഗമിക്കുക, യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക.